എല്ലാവർക്കും നമസ്കാരം. അഘോരി സന്യാസികൾ അനുഗ്രഹിച്ചാൽ വെറുതെ ആവില്ല. അവരുടെ അനുഗ്രഹത്തിന് ഫലം കിട്ടിയിരിക്കും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് UP രജിസ്ട്രേഷനുള്ള ഒരു കാറ് വന്നിരുന്നു. ആ കാറിൽ അല്ലെങ്കിൽ ആ വാഹനത്തിൽ 3 സന്യാസിമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഒരു അഘോരി സന്യാസിയായിരുന്നു. ഈ സന്യാസിമാരെ കണ്ടപ്പോഴത്തേക്കും നമ്മളുടെ മാധ്യമ പ്രവർത്തകർ ചക്കപ്പഴത്തിൽ ഈച്ച പൊതിയുന്ന പോലെ പൊതിഞ്ഞ് അവരോട് എന്തൊക്കെയോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്നാ പറയണത്, ഞാൻ കേട്ടൊന്നുമില്ല, അവർ പറഞ്ഞു എന്നാ പറയണത്, ഞങ്ങൾ UP നിന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു വിട്ടിട്ടാണ് വരുന്നത്, ഞങ്ങൾ തിരുവനന്തപുരം BJPയുടെ ജില്ലാ അധ്യക്ഷനെ കാണാനാണ് വരണേന്നൊക്കെ അവർ പറഞ്ഞു എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള BJP നേതാക്കന്മാർ പറയണത് അങ്ങനെ ആരും പറഞ്ഞു വിട്ടിട്ടില്ല, അത് ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഒരു അറിവും ഇല്ല എന്നൊക്കെയാണ് ഇവിടെയുള്ള BJPക്കാർ പറയുന്നത്. അതെന്തോ ആട്ടെ, എന്തായാലും ശരി. BJPയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കരമന ജയനെ കാണാൻ പറ്റിയില്ല. അവർക്ക് പകരം കാണാൻ പറ്റിയത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരനെയാണ് കാണാൻ പറ്റിയത്. അദ്ദേഹത്തെ ആ അഘോരി സന്യാസി അനുഗ്രഹിച്ച് അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. നല്ല കാര്യം. ആ അഘോരി സന്യാസിയുടെ അനുഗ്രഹം ഒരിക്കലും വെറുതെ ആവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ മന്ത്രി അപ്പൂപ്പൻ, ഈ മണ്ഡലത്തിൽ 23 സ്കൂളുകളുണ്ട്. ഈ അഘോരി സന്യാസി എങ്ങാനെങ്കിലും പകലൊക്കെ ഈ സ്കൂളിൽ ഇറങ്ങി ഈ റോഡ് വഴി അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലൂടെയൊക്കെ ഇറങ്ങി നടന്നിരുന്നെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ പേടിക്കുമെന്നൊക്കെ മന്ത്രി അപ്പൂപ്പൻ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. മന്ത്രി അപ്പൂപ്പൻ അത് പറയണ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം എന്താണെന്ന് അറിയത്തെ, മന്ത്രി അപ്പൂപ്പൻ ഈ മണ്ഡലത്തിൽ 23 സ്കൂളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തെറ്റില്ലാതെ ആദ്യമായിട്ടാണ് മന്ത്രി അപ്പൂപ്പൻ ഒരു നമ്പർ പറയണത്. അത് കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിൽ 919 എന്ന് പറയുന്ന മന്ത്രി അപ്പൂപ്പനാണ് ഈ മണ്ഡലത്തിൽ 23 സ്കൂളുകളുണ്ട് എന്ന് തെറ്റില്ലാതെ പറയണത്. ഈ അഘോരി സന്യാസിയെ കണ്ടു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പേടിക്കുന്നു പറയുന്ന മന്ത്രി അപ്പൂപ്പ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് പിഞ്ച് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഒരു ക്ലാസ് റൂമിൽ കയറി ഒരു അധ്യാപകനെ തുണ്ടമായി വെട്ടിക്കൊന്ന സംഘടനയുടെ നേതാവാണ് പറയുന്നത്. വിദ്യാർത്ഥികൾ പേടിക്കും അഘോരി സന്യാസികളെ കണ്ടു കഴിഞ്ഞാൽ എന്ന്. അതുപോലെ തന്നെ 2015 മാർച്ച് 13 നമ്മുടെ നിയമസഭയിൽ ഒരു സമരം നടന്നിരുന്നു. അന്നത്തെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മാണി സാറ് ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ മാണി സാറിനെ തടയുകയും പിന്നെ അവിടെയുള്ള പ്രശ്നങ്ങളുടെ ഇടയിലൊക്കെ ആരോ ഡെസ്കിലോ എവിടെയൊക്കെ കയറി നിന്ന് എന്തൊക്കെയൊക്കെ കണ്ട് കൂടെയുള്ള MLA ബോധം കെട്ടു എന്നും ആ കാഴ്ച ലോകം മുഴുവൻ നമ്മളെ ചാനൽ വഴി പരന്നു എന്നും ആ കാഴ്ച എല്ലാവരും കണ്ടു എന്നൊക്കെ കരക്കമ്പി കേൾക്കുന്നുണ്ട്. നേരോ നുണയൊന്നും അറിയില്ല. എന്തായാലും ശരി, ലോകം മുഴുവൻ കണ്ടു അത് അന്ന്. അങ്ങനെയാണ് കരക്കമ്പി കേൾക്കുന്നത്. എന്തായാലും അഘോരി സ്വാമി പോയി. ഇനിയെങ്കിലും മന്ത്രി അപ്പൂപ്പനോട് ഒരു കാര്യം പറയട്ടെ. ഇന്നലെ 9ാം ക്ലാസ്സിന്റെ എക്സാം നടന്നിരുന്നു. കേരളത്തിലെ 2 ജില്ലകളിലെ സ്കൂളുകളിൽ ഇന്നലത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പകരം വിദ്യാർത്ഥികൾക്ക് മെയിൽ വഴി വന്ന ക്വസ്റ്റ്യൻ അധ്യാപകർ വായിച്ചു കൊടുത്തിട്ടാണ് അവര് എക്സാം എഴുതിയെന്നാണ് പറഞ്ഞ കേട്ടത്. അതിനെക്കുറിച്ചിട്ട് മന്ത്രി അപ്പൂപ്പന് എന്തെങ്കിലും പറയാനുണ്ടോ? അതിനെക്കുറിച്ച് നമ്മളെ മാധ്യമങ്ങളും ഒന്നും ചോദിക്കണ കേട്ടിട്ടില്ല. വിദ്യാഭ്യാസത്തിലും സ്കൂൾ നിലവാരം 100% ഒക്കെ ഉയർന്നു നിൽക്കുന്ന നമ്മളെ വിദ്യാലയങ്ങൾ, അങ്ങനെയുള്ള വിദ്യാലയങ്ങളിൽ 2 ജില്ലകളിലാണ് ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ എത്താതിരുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് മന്ത്രി അപ്പൂപ്പൻ പറഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. എല്ലാവർക്കും നമസ്കാരം.